സർവീസ് ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ പൊന്നാനി മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം പൊന്നാനി ചന്തപ്പടി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്നു. DA കുടിശ്ശിക അനുവദിക്കണമെന്നും സിവിൽ സർവീസ് ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നും ജോയിന്റ് കൗൺസിൽ പൊന്നാനി മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഇന്ന് പൊതുസമൂഹവും ജീവനക്കാരുടെയും ജ്വലിച്ചു നിൽക്കുന്ന മുഖമാണ് ജയന്തൻ. സംഘടനയ്ക്ക് ഇതുപോലൊരു മൈലേജ് ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ജില്ലാ കളക്ടർ വ്യക്തികളും നമ്മളിപ്പോ IAS IPS നമ്മൾ വിമർശിക്കാറില്ല. കാരണം അത്തരം ഒരു തലങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് കഠിന പ്രയത്നത്തിലൂടെ എത്തേണ്ടതാണ്. ആ കഠിന പ്രയത്നത്തിലൂടെ എത്തിയിട്ട് അവർ പഠിച്ച് പരീക്ഷ പാസ്സാവും. അത് പാസ്സായി കഴിഞ്ഞാൽ അത് ഏകാധിപത്യ പ്രവർത്തികളല്ല, അത് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഉപയോഗിക്കേണ്ട ഒന്നാണ്. അദ്ദേഹത്തിന് കുടിനകം ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ വിളിച്ചു വരുത്തണം, വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അതാണ് ഇപ്പൊ ചർച്ചകളും സംവാദങ്ങളും. അപ്പൊ അതിന്റെ പേരിലാണ് ജയന്തൻ കല്ലിങ്കലിനെതിരെ സർക്കാരിന്റെ നിയമ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് കൊടുത്ത ഷോക്കേസ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VC ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PG സിനീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KC സുരേഷ് ബാബു, M ഗിരിജ, V രതീഷ്, K ആനന്ദൻ, KK ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി V രതീഷിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ലിൻഡോ ആന്റണി, മുംതാസ്, ഹരിലാൽ എന്നിവരെയും, പ്രസിഡന്റായി PG സിനീഷിനെയും വൈസ് പ്രസിഡന്റുമാരായി ഉണ്ണികൃഷ്ണൻ, KG രാജേഷ്, TV സിംല എന്നിവരെയും ട്രഷററായി CP അബ്ദുൾ ബഷീറിനെയും തെരഞ്ഞെടുത്തു. NCV ന്യൂസ് പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.